श्री राधाकृष्ण प्रसाद कुड़काड़। हरे कृष्ण हरे कृष्ण। माधवा जय कुंज बिहारी जय राधा माधवा जय कुंज बिहारी जय राधा माधवा गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय गोपी जन वल्लभा जय गिरिवरधारी
यशोदानन्दन व्रज जनरञ्जन यशोदानन्दन व्रज जनरञ्जन यशोदानन्दन व्रज जनरञ्जन यशोदानन्दन व्रज जनरञ्जन यमुनतीरा वनचारि यमुनतीरा यमुनतीरा वनचारि यमुनतीरा जय राधा माधवा जय कुञ्ज विहारी जय राधा माधवा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण हरे हरे राम हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण हरे 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 राम हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण हरे राम हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण कृष्ण हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण कृष्ण हरे 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 राम जय प्रभुपाद जय जय प्रभुपाद
भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्ण करुणा सिन्धु दीनबन्धु जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। नमो ब्रह्मण्यदेवाय ओ ब्राह्मणहिताय च जगद्हिताय कृष्णाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। जय जय भागवत देवा जय जय भागवत जय जय राधा कृष्ण स्वरूप जय जय भागवत देवा जय जय भागवत जय जय भागवत देवा जय जय भागवत जय जय राधा कृष्ण स्वरूप जय जय भागवत देवा जय जय भागवत जय जय भागवत देवा जय जय भागवत जय जय राधा कृष्ण स्वरूप जय जय भागवत देवा जय जय भागवत जय जय भागवत देवा जय जय भागवत जय जय राधा कृष्ण स्वरूप जय जय
ആദ്യമായിട്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു സപ്താഹത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നന്ദി. കാരണം ഇതിനു വേണ്ടി ഇന്നത്തെ കാലഘട്ടത്തിൽ സമയം മാറ്റിവെക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. നാട്ടിൽ സപ്താഹം നടത്തുന്ന സമയത്ത് ഞാനും മൈക്ക് സെറ്റുകാരിൽ മാത്രമേ ഉണ്ടാവൂ, വേറെ ആരും ഉണ്ടാവും. പിന്നെ കുറച്ച് ആൾക്കാര് ഉറങ്ങാനായിട്ട് വരും. കാരണം സപ്താഹവേദിയിൽ വീട്ടിൽ പോലും ഇതുപോലെ ഉറക്കം കിട്ടില്ല, നല്ല ഉറക്കം വരും സപ്താഹം. ഒരേ ഒരു അഭ്യർത്ഥനയുണ്ട്, ആരും കൂർക്കം വലിച്ച് അടുത്തുള്ള ആളെ ഉപദ്രവിക്കണം. സപ്താഹങ്ങൾക്കും ഇത്തരം കാര്യങ്ങൾക്കും നാട്ടില് ഇത്ര ഭക്തജനങ്ങൾ ഉണ്ടാകാറില്ല. മൈക്ക് സെറ്റുകാരൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരെന്തോ ചെയ്യും. ഇത്ര നേരം ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പോ 4-5 സപ്താഹം ബഹ്റൈനിൽ തന്നെ നടന്നതുകൊണ്ട് ഇത്തവണ ഈ സപ്താഹം ഒരു തത്വവിചാരമായിട്ട് 7 ദിവസം നടത്താം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. കാരണം സപ്താഹം നമ്മൾ കേൾക്കാറുണ്ട്, അത് കഴിഞ്ഞ് പൊടിയും തട്ടി വീട്ടിൽ പോകും. നമ്മുടെ ജീവിതത്തിൽ ഇത് കാരണം ഒരു മാറ്റവും ഇല്ല. 7 ദിവസം വളരെ ചടങ്ങ് പോലെ സപ്താഹം കേൾക്കുകയും പുറത്ത് ചെന്നിട്ട് നന്നായിരുന്നു കേട്ടോ എന്ന് പറയുകയും ചെയ്യും. പക്ഷേ അത് കാരണം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ കൂടിയിരിക്കുന്ന സദസ്സിൻ്റെ അടുത്ത് ഞാൻ ഒരു ചെറിയ ചോദ്യം നിങ്ങളിലിരുന്ന് ആത്മാർത്ഥമായ ഒരു മറുപടിയും പ്രതീക്ഷിക്കും. എന്നെങ്കിലും നമുക്ക് തന്നെ നമ്മുടെ സ്വഭാവം ഇഷ്ടമല്ലാതായിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമുക്ക് തന്നെ നമ്മളെ ഇഷ്ടപ്പെടാതെ നമുക്ക് നമ്മുടെ സ്വഭാവം അല്പം കൂടെ മെച്ചപ്പെട്ടാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ ഉള്ളവര്? എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? എല്ലാവരും. എന്നാ പിന്നെ വരും കേട്ടോ, 4-5 ദിവസം സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് ഉറങ്ങിയിട്ട് പോകും. നമുക്കെല്ലാവർക്കും പല സാഹചര്യത്തിൽ നമ്മളെ തന്നെ ഇഷ്ടപ്പെടാറില്ല. അല്പം കൂടെ നമ്മൾ മെച്ചപ്പെട്ടവരാണ് എന്ന് സ്വയം ചിന്തിച്ചു പോകാറുണ്ട്. തെറ്റുകൾ പലപ്പോഴും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചിന്തിക്കുന്നത് വേണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. ശരിയാണോ തെറ്റാണോ? ശരി. അപ്പോ ഈ ഭാഗവതത്തില് ഓരോ കഥയും ഓരോ ലീലയും ഒരു സിദ്ധാന്തത്തിന്റെ കൂടെ വന്നിരിക്കണം. അതിന്റെ ചെറിയ ഒരു ശതമാനം നമ്മൾ ജീവിതത്തിൽ ആചരിക്കുമെങ്കിൽ ജീവിതം വിജയപ്രാപ്തിയിലോട്ട് പോകും. ചെറിയ ചെറിയ കാര്യം ഇന്ന് കാലത്ത് ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള കാര്യം. പക്ഷേ ഒരു സ്ഥലത്തും ഇത് പഠിപ്പിക്കാറില്ല. ഇവിടെ കൂടിയിരിക്കുന്ന സജ്ജനങ്ങൾ സ്കൂളിൽ പഠിച്ച കാലത്ത് A+B² പഠിച്ചത് എത്ര പേരുണ്ട്? ബാക്കിയുള്ള സ്കൂളിൽ പോയില്ല. നമ്മളെല്ലാരും പഠിച്ചു. ഇന്ന് ഇത് ജീവിതത്തിൽ ഉപയോഗിക്കുന്ന മഹാത്മാക്കൾ എത്ര പേരുണ്ട്? A+B² വീട്ടിൽ ഉപയോഗിക്കുന്നവർ എത്ര പേരുണ്ട്? അടുക്കളയിൽ വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ട് A+B². ഒരു സത്യം പറയുകയാണെങ്കിൽ 12 കൊല്ലം സ്കൂളിൽ നമ്മൾ ചെലവാക്കിയതിൽ 90% കാര്യം ജീവിതത്തിൽ ഉപയോഗമില്ലാത്ത കാര്യം. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ചെവി അടയ്ക്കുക. സത്യമാണോ അല്ലേ? ഇന്റഗ്രൽ കാൽക്കുലസ്, സൈൻ തീറ്റ, കോസ് തീറ്റ, കാലി തീറ്റ, ആന തീറ്റ, ഇതെല്ലാം പഠിച്ചു. ആരെങ്കിലും ജീവിതത്തിൽ ഉപയോഗിക്കും?
ചെറിയ ചില കാര്യങ്ങൾ ഉപയോഗിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനമായി ആവശ്യമുള്ള ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കാം? ഇവിടെ ഉള്ളവർക്ക് എത്ര പേർക്ക് ദേഷ്യമുണ്ട്? ആർക്കുമില്ല. ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കുക? കുടുംബത്തിനെ വളരെ സ്നേഹപൂർവം എങ്ങനെ കൊണ്ടുപോകുക? പരസ്പരം അർത്ഥമുള്ള ഒരു ജീവിതം എങ്ങനെ നയിക്കുക എന്ന് രാത്രി ചെന്ന് കിടക്കുമ്പോൾ മനസ്സ് നിറയെ ഇന്നത്തെ ദിവസം നന്നായിരുന്നു എന്ന് ചിന്തയോട് കിടക്കുക. ഇതാരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? വീണ്ടും മൈക്കാരെന്തോ ചെയ്തു. ഇത് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഭാഗവതം പഠിപ്പിക്കുന്നു. അപ്പൊ ഈ ഭാഗവതം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണോ അല്ലേ? എത്ര പേര് പറയുന്ന ആവശ്യമാണ്? വളരെ ആവശ്യം. ഈ ഇടയ്ക്കിടയ്ക്ക് കൈതൂക്കാൻ പറയുന്നതേ ഉറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി. കാരണം 7 ദിവസം നിങ്ങൾ ഇരിക്കുമ്പോ നമ്മൾ എന്താക്കും? കുറച്ച് കഴിയുമ്പോൾ ഒരു 2ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ ഈ ഭാഗവത സപ്താഹത്തിൽ കണ്ണു തുറന്ന് ഉറങ്ങാനുള്ള വിദ്യ പഠിക്കും. ആദ്യം പറ്റൂല, പക്ഷെ 2nd ഡേ 3rd ഡേ ആകുമ്പോൾ എല്ലാവരും ആ വിദ്യ പഠിക്കും. കണ്ണ് തുറന്നു വെച്ച് തന്നെ ഉറങ്ങാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിരിക്കാം. അപ്പൊ നമ്മളെല്ലാവരും വിചാരിക്കും ശ്രദ്ധിക്കാം. വളരെ അത്യാവശ്യമാണ് ഭാഗവതം. അപ്പം ഈ 7 ദിവസവും നമ്മൾ തത്വചിന്തകൾ, തത്വവിചാരം, ഓരോ കഥയും, ആ കഥയിലുള്ള സിദ്ധാന്തം, ആ സിദ്ധാന്തം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കൈവരിക്കാം എന്നുള്ളത്, അതിൻ്റെ ഒരു ചെറിയ കണിക ജീവിതത്തിൽ ആചരിച്ചാലും നമ്മുടെ ജീവിതം വിജയപ്രാപ്തിയിലോട്ട് പോകും. ഉദാഹരണം പറയണമെങ്കിൽ, ഒരു നിമിഷം ദേഷ്യത്തിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ 12 നിമിഷമാണ് കൂടിക്കിട്ടുന്നത്. ഇന്ന് രാവിലെ തൊട്ട് ഇപ്പൊ സമയം 11:30 കണ്ണു തുറന്നത് തൊട്ട് ഈ 11:30 മണി വരെ ഇന്ന് ദേഷ്യപ്പെടാത്ത എത്ര പേരുണ്ട് ഇവിടെ? കുറച്ചു പേര് ഉറക്കമായിരുന്നാണ്, നേരെ ഉറങ്ങിയിട്ടുണ്ട്. ശരി, ഇന്ന് ദേഷ്യപ്പെട്ടവരെത്ര പേരുണ്ട്? അതിന് കൈ കൂടുതലാണ്. രാവിലെ കണ്ണു തുറന്നു ഒരു നിമിഷം നമ്മൾ ദേഷ്യപ്പെടുമ്പോ ജീവിതത്തിൽ 12 നിമിഷങ്ങളാ എന്താകുന്നത്? ഇല്ല. പഴയ ആൾക്കാരൊക്കെ സുഖമായിട്ട് 90 95 വയസ്സും ജീവിച്ചില്ലേ? അല്ലേ? ഇപ്പൊ എത്ര? 65 70. എവിടെ? രാവിലെ തൊട്ട് ദേഷ്യം. ഭദ്രകാളിയെ പോലെയല്ലേ വീട്ടിലാണ്. ഓരോ തവണ ദേഷ്യപ്പെടുമ്പോഴും ഉപനിഷത്ത് പറയുന്നു 12 നിമിഷങ്ങൾ വെച്ച് കുറച്ച് കൊണ്ടുവരാം. അത് എന്താണെന്നുള്ളത് നമ്മൾ 3ാമത്തെ ദിവസം വിശദീകരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഭാഗവത തത്വവിചാരം നമ്മൾ എടുത്തെന്ന് വെച്ചാൽ, ശങ്കരാചാര്യർ പറഞ്ഞു, നമ്മുടെ ചിന്തകൾക്കും ഭാരമുണ്ടത്രേ. നമ്മൾക്ക് എല്ലാവർക്കും ചിന്തയുണ്ട്, അല്ലേ? പക്ഷെ എന്തെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഓരോ ചിന്തയ്ക്കും ഒരു ഭാരമുണ്ട്. ഈ മൈക്കിൽ വേറെ എന്തോ ഒരു സൗണ്ടും കൂടെ വരുന്നുണ്ട്. ഈ റോക്ക് മ്യൂസിക്കിന്റെ വേറെ ഒരു സൗണ്ട്. ചിലപ്പോ എല്ലാരും ഉറങ്ങാതിരിക്കാൻ വേണ്ടിയായിരിക്കും. ശരി, ഞാൻ എവിടെ നിർത്തി? ചിന്തകൾക്കും ഭാരമുണ്ട്. നമ്മളത് ചിന്തിച്ച് പോവുക, പക്ഷെ ചിന്തയ്ക്കും ഭാരമുണ്ട്. ഒരു സന്തോഷകരമായ ചിന്ത വരുമ്പോ ആ ചിന്തയ്ക്ക് ഏറ്റവും കുറഞ്ഞ ഭാരമാണ് സന്തോഷ ചിന്തയ്ക്ക്. ഒരു കുഞ്ഞ് 100ന് 100 മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ എങ്ങനെ വരും? അന്ന് 100ന് 100 മാർക്ക് കിട്ടി. എങ്ങനെ വീട്ടിൽ വരും? നിലവിളിച്ചോണ്ട് തുള്ളി ചാടി സന്തോഷം ഗേറ്റിൽ വരുമ്പോഴേ വിളിക്കും, അല്ലേ? സന്തോഷം. 100ന് വട്ടപ്പൂജ്യം കിട്ടി എങ്ങനെ വരും? വീട്ടില് എങ്ങനെ വരും? എന്തോ തോളെ 10-50 കിലോ ഉള്ള പോലെ വലിച്ച് എഴഞ്ഞ് സ്കൂൾ ബാഗൊക്കെ നിലത്തിട്ട് വലിച്ച് മുഖമൊക്കെ ഇങ്ങനെയായി. എന്തു പറ്റി? ഒന്നുമില്ല. വേദനിപ്പിക്കുന്ന ചിന്തകൾക്ക് ഭാരം കൂടും. മനസ്സിൽ ഒരു പ്രശ്നത്വം, വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര
സുഖത്തിന് ഭാരം കുറയും. അപ്പോ വെറുതെ ഒരു മനുഷ്യൻ നടക്കുന്നതിനും 50 കിലോ തോളയിട്ട് നടക്കുന്നതും ഏത് സ്പീഡായിട്ട് നടക്കും? എപ്പോ സ്പീഡായിട്ട് നടക്കും? ഫ്രീ ആയിട്ട് നടക്കുമ്പോ സ്പീഡായിട്ട് നടക്കും. വെയിറ്റ് കൂടുന്തോറും ക്ഷീണിക്കും, പുറം വേദനിക്കും, അധിക ദൂരം പോകാനും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായോ? ഭാരം കുറഞ്ഞ ചിന്തകൾ ചുമക്കുമെങ്കിൽ ജീവിതത്തിൽ ആരോഗ്യത്തോടെ 80-90 വരെ പോകാം. ഭാരം കൂട്ടി 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 നടക്കുമെങ്കിൽ അത്ര പോകാൻ പറ്റും. അപ്പൊ നമ്മുടെ ചിന്തയിൽ നിന്നാണ് ഭാഗവതം തുടങ്ങുന്നത്. എത്രയും മനസ്സിനെ ലഘുവാക്കി വെക്കുമോ അത്രയ്ക്കും നീളെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ ചിന്തകളെ വളരെ ആനന്ദകരമാക്കുക, ജീവിതമുള്ള സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നയിക്കുക, നമ്മളെ ചുറ്റിയുള്ളവരെ സന്തോഷിപ്പിക്കുക. അല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങിയപ്പോ ഒരു പ്രശ്നമില്ല, രാവിലെ എണീറ്റപ്പോ എന്താണെന്ന് അറിയില്ല, മനസ്സിൽ ഒരു പ്രയാസം. അത് കാണുമ്പോ ഭാര്യയ്ക്ക് പ്രയാസം, മക്കൾക്ക് വീട്ടിലുള്ള പട്ടിക്ക് വരെ പ്രയാസം. ഒരു കുഴപ്പമില്ല, പക്ഷെ രാവിലെ തുടങ്ങിയപ്പോ തന്നെ ആ നോട്ട് ശരിയായില്ല, അന്നത്തെ ദിവസം പോയി കിട്ടും. ചെറിയ ഒരു കറക്ഷൻ ഉള്ളിൽ വരുത്തിയാൽ മതി. അല്പം കറക്ഷൻ, ചില ചിന്തകളിൽ ചെറിയ കറക്ഷൻസ് വരുത്തിയാൽ മതി, ജീവിതം വളരെ സുഖകരമായിരിക്കും. അതിന് ഉപനിഷത്തിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു ഗുരുവിന് 2 ശിഷ്യന്മാരുണ്ടായി. ഗുരുകുല വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞിട്ട് ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഗുരു 2 പേർക്കും 10 രൂപ കൊടുത്തു. കുറച്ച് കാശ്, ചെറിയ ഒരു കാശ് കൊടുത്തു, 10 രൂപ എന്ന് വെച്ചോ, ചെറിയ ഒരു കാശ്. ഇത് തന്നിട്ട് ഇതിൽ നിങ്ങളുടെ ബുദ്ധിയും കഴിവും ശക്തിയെല്ലാം ഉപയോഗിച്ച് ഏറ്റവും വിലക്കുറവുള്ള സാധനം മേടിച്ചിട്ട് ഒരു മുറി ഫുള്ളും നിറയ്ക്കാനായിട്ട് പറഞ്ഞു. എത്ര രൂപ കൊടുത്തു? എത്ര കാശ് കൊടുത്തു? 10 രൂപ. ഉള്ളതിലേ വിലക്കുറഞ്ഞ സാധനം മേടിച്ച് മുറി ഫുള്ളും നിറയ്ക്കാൻ. ഇതായിരുന്നു അവർക്കുള്ള പരീക്ഷ. ഒരു ശിഷ്യൻ ഈ 10 രൂപ എടുത്തിട്ട് അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. ബോറടിക്കുന്ന, ഉറക്കം വരുന്ന, നടക്ക് ചായ ബ്രേക്ക് ഒക്കെ ഉണ്ട്. 10 രൂപ എടുത്തിട്ട് ശിഷ്യൻ മുറി നിറയ്ക്കാനുള്ള ഒരു തത്രപ്പാടിലായി. 10 രൂപയ്ക്ക് എന്ത് കിട്ടും എന്ന് കാലത്ത്? ഒന്നും കിട്ടില്ല. 10 രൂപയും കൊണ്ട് ഇങ്ങനെ തെരുവായി ചുറ്റി നടക്കാം, എങ്ങനെയെങ്കിലും മുറി നിറയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അവസാനം അവൻ ചിന്തിച്ചു, പരുത്തി വാങ്ങിച്ചാല, കോട്ടൺ, ഏറ്റവും ഭാരം കുറഞ്ഞതും ഒരുപാട് സാധനവും കിട്ടും. എന്നാലും 10 രൂപയ്ക്ക് ഒരു മുറി നിറയ്ക്കാൻ പറ്റുമോ? സാധിക്കില്ല. അങ്ങനെ പോയപ്പോ ഒരു വീട്ടിന്റെ മുമ്പിൽ ചവർ ഇങ്ങനെ കൂമ്പാരം പോലെ, ചപ്പുചണ്ടി ചവറില്ലേ, ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുക വീട് ഫ്രണ്ട് ഫുള്ളും. ഇയാൾ ചോദിച്ചു, 10 രൂപയ്ക്ക് ചവറെല്ലാം തരുമോ? യജമാനൻ പറഞ്ഞു, ഫ്രീ ആയിട്ട് തരാം, എടുത്തോണ്ട് പോയി, കാശേ തരണ്ട. ഈ ചവറ് മൊത്തവും മേടിച്ചോണ്ട് വന്ന് മുറി ഫുള്ളും നിറച്ചു. ശിഷ്യൻ പരീക്ഷയിൽ ജയിച്ചോ തോറ്റോ? ജയിച്ചാ തോറ്റോ? തോറ്റോ? മുറി നിറച്ചില്ലേ? ഇനി ഒരു ശിഷ്യൻ 10 രൂപ എടുത്തോണ്ട് നടന്നു, എന്തെങ്കിലും മേടിക്കാന്ന് പറഞ്ഞു. അയാൾക്ക് കിട്ടിയത് ചെറിയ ഒരു വിളക്കും, ഈ മണ്ണ് വിളക്കൊക്കെ ഇല്ലേ, ചില ഇടിഞ്ഞല് വിളക്കും, മണ്ണ് വിളക്കും, ഒരു ചന്തത്തിൽ. അത് ഇന്നും ഇന്ത്യയിൽ 10 രൂപയ്ക്ക് കിട്ടും. വിളക്ക് കത്തിച്ചു വെച്ചു, പ്രകാശം കൊണ്ട് മുറി നിറഞ്ഞു. ചന്തത്തിരി കത്തിച്ചു, സുഗന്ധം കൊണ്ട് മുറി നിറഞ്ഞു. ഇപ്പൊ ആര് മത്സരത്തിൽ ജയിച്ചു? 2ാമത്തെ ആളാ, ആദ്യത്തെ ആളാ? ഇപ്പൊ സത്യസന്ധമായ ഒരു ചോദ്യം, നമ്മളെയാണ് ഈ ഒരു അവസ്ഥയിൽ പറഞ്ഞു വിട്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ആളെ പോലെ ചിന്തിക്കുവോ 2ാമത്തെ ആളെ പോലെ ചിന്തിക്കുവോ? നമ്മൾ എങ്ങനെ ചിന്തിക്കും? ആരെ പോലെ ചിന്തിക്കും? എത്ര പേര് ആദ്യത്തെ ആളെ പോലെ ചിന്തിക്കും? 2-3. അമ്മ ഇവിടെ ഒരു സപ്താഹത്തിന്റെ ആവശ്യമില്ല, എല്ലാം തികഞ്ഞ ആൾക്കാരാണ്. എത്ര പേര് 2ാമത്തെ ആളെ പോലെ ചിന്തിക്കും? ബാക്കി എല്ലാവരും ഉറക്കമാണ്, മനസ്സിലായി? പലപ്പോഴും നമ്മളെ ജീവിതത്തിൽ വെറുതെ അത് നിറയ്ക്കണം, ഇത് നിറയ്ക്കണം, അത് മൊത്തം ചവറ, ചണ്ടി ചപ്പ് ചവറ.
പക്ഷെ നിറയ്ക്കണം. കാരണം എന്താണ്? നിറച്ചാലേ ഈ ലോകം എന്നെ സക്സസ്ഫുൾ മാൻ എന്ന് പറയും. ജീവിതത്തിൽ വിജയം കൈവരിച്ച ആളെന്ന് അപ്പോഴേ പറയും. അതുകൊണ്ട് എന്തെങ്കിലും കിട്ടി നിറച്ച്. പക്ഷെ ഇതൊന്നും ഉപയോഗമില്ലാത്തതാണ്. അവസാനം ഈ ഉള്ള ചവറെല്ലാം വലിച്ച് നടക്കണം. എവിടെ നടക്കാൻ പറ്റും? 40 ആകുമ്പോൾ കൊടുക്കുകയല്ല. വല്ലാത്തൊരവസ്ഥ. തലകുത്തന മനുഷ്യൻ കലികാലത്തിൽ ജീവിക്കുന്നു. അർത്ഥശൂന്യമായ ജീവിതം, ആർക്കുമേ പ്രയോജനമില്ലാത്ത ജീവിതം. ഭാഗവതം അതും പറഞ്ഞിട്ടാ തുടങ്ങുന്നത്. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ശ്രീമദ് ഭാഗവതം പൊതുവെ തുടങ്ങുന്ന സമയത്ത് ആദ്യം 12ാമത്തെ സ്കന്ധം മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ആദ്യത്തെ സ്കന്ധം തൊട്ട് തുടങ്ങുന്നത്. രാമായണത്തിലും അങ്ങനെ തന്നെയാണ്. ആദ്യം ഉത്തര രാമായണം വിശദീകരിച്ചതിന് ശേഷമാണ് രാമായണം ബാലകാണ്ഡം തൊട്ട് തുടങ്ങുന്നത്. അതേപോലെ ഭാഗവതത്തിലും മൊത്തം ഭാഗവതത്തിൽ 12 സ്കന്ധങ്ങളും. ഇതെല്ലാം മനുഷ്യർക്ക് ദിവസവും ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം. സയന്റിഫിക്കും കൂടെയാണ് ഭാഗവതം. അപ്പൊ ആദ്യം നമ്മൾ ഭാഗവതത്തിന്റെ 12ാമത്തെ സ്കന്ധം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടാണ് ഭാഗവതത്തിലോട്ട് കടക്കുന്നത്. കാരണം 12ാം സ്കന്ധത്തിൽ ഭാഗവതത്തിൽ കലികാല വിവരണം വിശദീകരിക്കുന്നു. കലികാലത്തിനെ കുറിച്ച് ഭാഗവതം മനോഹരമായി വിശദീകരിക്കും. ഏതെല്ലാം ഇന്ന് കാലത്ത് നമ്മുടെ ജീവിതത്തിൽ നന്മ എന്ന് വിചാരിച്ച് നമ്മൾ ഉപയോഗിക്കുന്നോ അതെല്ലാം മനുഷ്യർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാ ശ്രീമദ് ഭാഗവതം പറയുന്നത്. നിങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപ്പോത്തിക്കാരി എന്ന് പറയുന്ന ഒരു മലയാളം സിനിമ കണ്ടു? എത്ര പേര് കണ്ടു? ഒരാളെ കണ്ടു. ബാക്കി ആ സിനിമയ്ക്കൊന്നും പോവാറില്ല. എല്ലാം നേരെ വൈകുണ്ഠത്തിൽ നിന്ന് ഇവിടെ ഇരിക്കുകയാണ്. ഈ ഒരു